കെയർഫുൾ വിത്ത് മുള്ള്. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെക്കൻ കൊള്ളാട്ടോ, ചെക്കൻ നല്ലൊരു ഓഫ് റോഡിങ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. കുഴപ്പമില്ലല്ലോടാ, അമ്മാതിരി സീൻ റോഡില്ലേ, സീൻ റോഡ് അറിയോ? അതെ, ഇന്ത്യൻ്റെ ഏറ്റവും നമ്മളിപ്പം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും സീൻ റോഡ് ഇതായിരുന്നു അല്ലേ? എന്താ ഇതിൻ്റെ അവസ്ഥ? ഓ, ഒരു പ്രശ്നമില്ല കേട്ടോ, സൈക്കിളിൻ്റെ സ്ട്രിപ്പൊക്കെ അതേപോലെ ഉണ്ട് അവിടെ. നമ്മളെ ടെക്നിക്ക് കണ്ടില്ലേ നിങ്ങൾ, നമ്മളെങ്ങനെയാണ് സൈക്കിളിൻ്റെ സാധനം വെച്ചെന്നുള്ളത്? ഇത് സ്റ്റെപ്പിൻ്റെ 4 ബോൾട്ടാണ്. ഇതിന്മേൽ ഒരു പട്ട അടുപ്പിച്ച് അങ്ങനെയാണ് സൈക്കിൾ ട്രാക്ക് സെറ്റപ്പ് ആക്കിയത്. സീനില്ല മാൻ. ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു ഇവിടെ തക്കാളി ഉള്ളിലൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും തക്കാളി കറി കേട്ടോ, കാരണം തക്കാളി ചെയ്യാനുള്ള പുറപ്പാടുണ്ടല്ലോ വിഷ്ണു. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തക്കാളി പരിപാടിയാണ്, തക്കാളി കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതേപോലെ ഓംലേറ്റും പിന്നെ സോയാബീൻ ഫ്രൈയും. റിച്ച്, കുറച്ച് റിച്ചാണ്, നല്ല വിശപ്പുണ്ട്. സോയാബീനും കാര്യങ്ങളും മസാല തേച്ച് വെച്ചു. അതേപോലെ പുളിതാ കറിക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഫൈൻ. അങ്ങനെ പുളിയും കാര്യങ്ങളും ഞാനിതാ വെള്ളത്തിലിട്ട് ഇനി അതൊന്ന് ഇതാക്കണം, പുളിവെള്ളമാക്കണം. അതേസമയം വിഷ്ണു അവിടെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അവന് ഏറ്റവും സ്ലൈസായിട്ട് ചെത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പീസായി ചെത്തുമ്പം പെട്ടെന്ന് എന്തായിക്കോ ആയിക്കോളും സാധനം അല്ലേ? 1.5 തക്കാളി നമുക്ക് വെക്കട്ടോ, അത് 2.5 തക്കാളിയൊക്കെ കറിക്ക്. മുട്ടയൊക്കെ നമുക്ക് ഇത്ര വെച്ചാൽ പോരെ? പോടാടുന്നു. അങ്ങനെ തക്കാളിക്കറി ഉണ്ടാക്കി. അടുത്തതാ ഞങ്ങൾ മുട്ട തക്കാളിയും ഒന്ന് ഇതാക്കിയിട്ട് എനിക്ക് മുട്ട ഇട്ടാണ്ട് എന്തായാലും പറയടാ, പേരെന്താ പറയുക? പേരൊന്നുമില്ലല്ലേ, കുറിച്ചി, എഗ് കുറിച്ചി എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഞങ്ങളൊരു പുതിയ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തതാ സോയാബീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും കഴിഞ്ഞാൽ ഭക്ഷണം ആയിക്കോട്ടോ. സോയാബീൻ ഞങ്ങൾ രാത്രിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഭക്ഷണം അയക്കാനുള്ള ഉണ്ടാക്കിയിട്ട് ഭക്ഷണം അയക്കുന്ന സമയത്ത് അടുത്തിടാമെന്ന് വിചാരിച്ചു. നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ തൊട്ടപ്പുറത്ത് കുറേ ഹോട്ടൽസ് ഉണ്ട്. എല്ലാ റൈഡേഴ്സും ടീമൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ വണ്ടി നിർത്തി കുക്ക് ചെയ്ത് പോകുന്നു. സോയാബീൻ പൊരിച്ചതും ചോറും തക്കാളിക്കറിയും അതേപോലെ മുട്ടയും സെറ്റാട്ടാ. ഗ്രാൻഡ് ഫുഡാണ്, ഒന്നുമില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം ഇനി പെട്ടെന്ന് കഴിക്കട്ടെ, വേറെ ഒരു പരിപാടിയില്ല. इधर से ठीक है सर, स्माइल प्लीज. പറ്റിയില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം പ്ലെയിനായുള്ള റോഡിലൂടെ പോയി. ഇപ്പം ഫുള്ള് കയറ്റം തുടങ്ങിട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡ്, വേറെ വൈബ് റോഡ്. ഡിഫറൻസ് ഉണ്ട് അല്ലേ? നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, വണ്ടിക്ക് നല്ല ചൂടുണ്ട്, കയറാൻ നല്ല വൈക്ലബ്യം ഉണ്ട്. ശാശാൻ എങ്ങനെയെങ്കിലും കയറിക്കോളും എന്നുള്ള പ്രതീക്ഷയില്ല. നീ എന്താ പറഞ്ഞത്, ഉമ്മെങ്കിലും കയറില്ല എന്നല്ലോ വിഷ്ണു? 19,000 ഫീറ്റ് കയറില്ല വെക്കാൻ പറയിപ്പിക്കുക നമ്മളെ. എടാ മഞ്ഞുമലയാണല്ലോ കാണുന്നത്. ഇവിടെ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ റോഡിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെ മൂപ്പരോട് നമ്മൾ ചോദിച്ചു, മൂപ്പരുടെ ഫോണിൽ അവിടെ താടില്ല ഒരു 3 JCBൻ്റെ അപ്പുറത്തൊരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു തുള്ളി നെറ്റ്വർക്ക് കിട്ടി. ആ നെറ്റ്വർക്കിൽ നോക്കി മനസ്സിലായി. അപ്പോൾ കറക്റ്റ് റോഡിലൂടെ തന്നെ പോകുന്നത്. ठीक है भैया, ओके बस आप शक्ति से राइट, कारो से उपसी. हाँ जी, उपसी से लेफ्ट. हाँ, एक ही रोड है. ठीक है भैया, बढ़िया. मिलूगा. थैंक यू सर, थैंक यू. നമ്മളീ പോകുന്ന റോഡില് പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വണ്ടികൾ അത്രയും കുറവാണ്. ഞങ്ങളിപ്പോൾ ഒരു വണ്ടിനെ ഇതുവരെ കണ്ടിട്ടില്ല ഈ റോഡിൽ. നോക്കി നിങ്ങൾക്ക് എത്ര കിലോമീറ്ററോളം നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ട് അറിയാം. പക്ഷെ ഒരു വണ്ടി നമ്മൾ ഇതുവരെ കണ്ടില്ല. നമ്മളേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതോ മൃഗത്തിനെ കാണുന്നുണ്ട് ഇവിടെ. മുയലിനെ കണ്ടില്ലേ? മുയലല്ല, അത് എന്തായാലും മുയലിന്റെ ഷേപ്പുള്ള ഒരു ജീവി. നല്ല രസമുണ്ടല്ലോ കാണാന്. നോക്കി നിങ്ങൾ ഐസ്മലിന്റെ അടുത്തെത്തിട്ട് നമ്മള് എപ്പോഴും നമ്മൾ കേറിക്കൊണ്ടിരിക്കുക. ഈ മൃഗാട്ടോ ഞാൻ പറഞ്ഞത്.
എന്താ സംഗതി മനസ്സിലായില്ല. കുറെ ഉണ്ട് ഇവിടെ. മേലെ കരടിയാണോ പശുവാണോ മനസ്സിലായില്ല കേട്ടോ. ഇന്നലെ കറുത്തത്തെ ഉരുണ്ട സാധനമാണ് അവിടെ ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത റോഡ് കേട്ടോ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം വരുന്ന ഐസായിട്ടോ അല്ലേ. ഒരാള് പോകാത്ത റൂട്ടാണത് അല്ലേ. ഒരു വണ്ടി ആകെ ഇത്ര നേരം കൊണ്ട് ഒരു വണ്ടിയാ പോയത്. അത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ വർക്കേഴ്സിനെ കൊണ്ട് പോകുന്നൊരു വണ്ടി, അല്ലാതൊരു വണ്ടി കൂടെ പോയില്ല. പക്ഷെ വർക്കേഴ്സിനെ ശ്രദ്ധിച്ചോ, അവരൊക്കെ ഫുള്ള് പ്രോപ്പർ സ്പെക്സ് അല്ല, മറ്റേ ഐസിലൊക്കെ ഇടുന്ന പോലത്തെ ഗ്ലാസ് ഇല്ലേ വലുത്, അത് അങ്ങനെ പ്രോപ്പർ ഡ്രസ് ചെയ്തിട്ട് അവരുള്ളത്. നമ്മളിത് എങ്ങോട്ട് കളിയായി പോകുന്നത്. എത്ര കേറുന്നടാ, പോയിക്കൊണ്ടിരിക്കട്ടോ. ഇത് എത്ര ഫീറ്റാന്ന് അറിയില്ല. ഇതിന് കാർത്തുകളേക്കാൾ കൂടുതലാണോ അത് അറിയില്ല. ഇതിന് മൊത്തം ഐസും തിരിഞ്ഞാലും ഐസ് അല്ലേ. എന്തുകൊണ്ടാണ് ടൂറിസത്തിന് വരാത്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നല്ല സ്ഥലല്ലേ, നല്ല പച്ചപ്പുണ്ട്, ഭയങ്കര ഭംഗി. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാട്ടർ ടൂറിസം കിട്ടി. ഇതിന് വേറെ തന്നെ ഭംഗിയുടെ സ്ഥലത്തിന് നോക്കി നിങ്ങളെ കാർത്തുങ്ങളൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഇല്ല, നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പോവാ, അതെ സത്യം. നല്ല പച്ചപ്പോട്ട് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടോ. റോഡ് എവിടെ? ഫോട്ടോ കാണാ കേരളത്തിലാണ് നിർത്തല്ലേ. കേരളത്തിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ തള്ളാൻ പോലും ആളില്ല. ഏറ്റവും വലിയൊരു സ്ഥലമില്ല, അതാ പ്രശ്നം. എന്റെ മോനെ അമ്മ സ്ഥലം അല്ലേ. സ്ഥലടാ അത്. എന്റെ മോനെ, ടൂറിസ്റ്റ് മനസ്സിലാവുന്നില്ല. അതെ, ഇനി അങ്ങോട്ട് ഓഫ് റോഡ് ആട്ടോ. ഓഫ് റോഡ് ഇപ്പൊ തന്നെ ഓഫ് റോഡ് തുടങ്ങി. എന്റെ മോനെ, ഇത് അതല്ലടാ ഞാൻ പറയണേ, ഇതൊരു രക്ഷയില്ലടാ ഇവിടെയൊക്കെ അല്ലേ. എന്ത് കിട്ടുന്ന സ്ഥലമാണ്. നുബ്ര വാലി ഒന്ന് എങ്ങനെ പറയാ, നുബ്ര വാലി നിങ്ങള് ഇത് ശക്തിയാണ് ഇനി വരുന്നത്, വരാൻ പോകുന്ന സ്ഥലം. നുബ്ര വാലി ശക്തിയിലേക്ക് നിങ്ങൾ വന്നാൽ മതി, ഈ സ്ഥലം നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ. പച്ചപ്പ്, വാട്ടർഫാൾ ഉണ്ട്. വാട്ടർഫാൾ മീൻസ് വാട്ടർഫ്ലോ ഉണ്ട്. ഐ മീൻ ഒരു റിവർ ഉണ്ട്, നല്ല പച്ചപ്പുണ്ട്, വെറൈറ്റി മൃഗങ്ങളെ കാണാം. അത് മാത്രല്ല ഇങ്ങനത്തെ അടിപൊളി ഒരു മനുഷ്യനും കാണൂല, ഒരു മനുഷ്യനുമില്ല. ഒരു 10 മിനിറ്റ് ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഗ്യാരണ്ടിയാണ് ഒരു വണ്ടി കൂടെ വരില്ല. സത്യം. എനിതേ നമുക്ക് പോവാനുള്ളതാണെങ്കിൽ ആ വഴി അങ്ങനെ കേറി സ്നോറോഡ് വേണം പോവാനായിട്ട് അല്ലേ. കാർത്തുങ്കലേക്ക് എനിക്ക് ഇഷ്ടമായിട്ട് അവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് വരെ ലോങ്ങില് അല്ലേ. ഫുൾ ഓഫ് റോഡാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ ഓഫ് റോഡ്. അതാണ് പ്രശ്നം. എവിടെങ്കിലും ഒന്ന് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറൂല. അതുകൊണ്ട് നമ്മൾ ആക്സിഡന്റ് ഫുൾ കൊടുത്തിട്ടാണ് പോവുക ചെയ്യുന്നത്. ഒരു വണ്ടി പോലും ഇല്ല അവിടെ. സത്യം, വലിക്കാനും പോലെ ഒരു വണ്ടിയില്ല. പിടിച്ചിരിക്കുന്നേ
തെറിച്ചു പോകുന്ന സീനാണല്ലോ. വേറെ ഒന്നും ഓപ്ഷനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഈ റോഡിൽ കൂടെ. കുണ്ടാണെങ്കിലും എന്താണെങ്കിലും ചാടിച്ച് പോവാന്നല്ലാതെ ഒന്നും നോക്കി ചെയ്യാൻ പറ്റില്ല. എൻ്റെ പൊന്ന് ഗൈസ്, സീനാണ്, കയറുന്നില്ല. ഞാനൊരു പുറത്തിറങ്ങി ഒട്ടും ട്രൈ ആണ്, പറ്റുന്നില്ല. എൻ്റെ പൊന്നെ എനിക്ക് തണുത്തിട്ടൊരു രക്ഷയില്ല. മൊബൈലിൽ മനസ്സിലാവുണ്ടാവും, വിറയ്ക്കുകയാണ് ഞാൻ അവിടെ കിടന്നിട്ട്. ഫുള്ള് മഞ്ഞയുണ്ടേ. ഞാനാണെങ്കിൽ ഒരു ടീഷർട്ടും ഒരു ചെരുപ്പൊക്കെ ഇട്ട് പ്രതീക്ഷിച്ചില്ല, വിഷയമായിപ്പോയി. മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഒറ്റ ആക്സലറേഷനേ നടക്കുള്ളൂ. പക്ഷെ അത് തിരിവായ കാരണം ഒറ്റ ആക്സലേഷൻ സീനാണ്. ഷൂട്ട് ഹെയർ പിൻ ആയോണ്ടേ വിഷയ. ഇതിൽ കിട്ടിയേ കിട്ടി. നോക്കാം നമുക്ക്. കേറുന്നുണ്ടോ സീന്. കയ്യൊന്ന് വെച്ചോളാം.